ഹലോ ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ ആദ്യം തന്നെ ചിലർ ബാത്റൂമിനകത്ത് കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് വയ്ക്കാറുണ്ട്. ഇപ്പോൾ കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് റെയിൻ ഷവറിന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്, ഒരു വാൾ മിക്സർ ഫിറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് തന്നെ വാൾ മിക്സർ നിങ്ങളെ കാണിക്കുകയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതാണ് വാൾ മിക്സർ. അപ്പോൾ ഇത് സാധാരണ ബെൻഡ് ടൈപ്പാണ് വരാറുള്ളത്. ബെൻഡ് ടൈപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം ഇങ്ങനെയായിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോയിട്ട് നമ്മൾ കൺസീൽഡ് സ്റ്റോപ്പ് കോക്കിൻ്റെ ആ പോയിൻറ്റിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ബെൻഡ് ടൈപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഷോപ്പിൽ പറയുക ബെൻഡ് ടൈപ്പ് വേണ്ട, ക്രച്ച് ടൈപ്പ് ചോദിക്കുക. ഇനി ഇത് വാങ്ങിച്ച് പോയെങ്കിൽ നിങ്ങൾ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ക്രച്ച് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ ലഭിക്കും. അല്ലെങ്കിൽ ആ ഷോപ്പിൽ തന്നെ കൊടുത്തിട്ട് ബെൻഡ് മാറ്റി ക്രച്ച് തരാൻ ആവശ്യപ്പെട്ടാലും മതിയാകും. അപ്പോൾ ഇതിന് പകരം നമ്മൾ കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രച്ചാണ്, ബെൻഡ് മാറ്റി ക്രച്ചാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്രച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഡീഷണലായിട്ട് ഒരു സ്റ്റാൻഡ് ഇതിൽ വരും. ഈ സ്റ്റാൻഡ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടെലഫോണിക് ഷവർ ഇതിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ടെലഫോൺ ഷവർ കൂടെ ഇതിൽ യൂസ് ചെയ്യാനാകും. മുകളിലത്തെ കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് വഴി നമുക്ക് റെയിൻ ഷവർ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ എടുത്ത് ടെലഫോൺ ഷവറായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ടെലഫോൺ ഷവർ ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കുളിക്കാൻ സാധിക്കും. ഇനി ഇതല്ല, ഇത് വേണ്ട, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാവുന്നതാണ്. ഈ വാൾ മിക്സർ മാറ്റി ND വാൾ മിക്സർ എന്ന് ചോദിക്കുക. ഇത് 2-in-1 ബെൻഡ് ടൈപ്പ് നമ്മൾ മാറ്റി ക്രച്ച് ആവശ്യപ്പെട്ടാൽ ഇതുപോലെ നമുക്ക് ഷവർ വെക്കേണ്ടി വരും, ടെലഫോൺ ഷവർ വെക്കേണ്ടി വരും. ഇനി ടെലഫോൺ ഷവർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ND വാൾ മിക്സർ ND എന്ന് ആവശ്യപ്പെട്ടാൽ ഇത് ഇവിടെ ടോപ്പ് ക്ലോസ് ആയിട്ടുള്ള വാൾ മിക്സർ ലഭിക്കും. ND വാൾ മിക്സറിൽ ഈ പോയിൻ്റ് കാണില്ല, ഈ രണ്ട് ഇത് മാത്രമേ കാണുള്ളൂ, സെൻറ്റർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് വെച്ചിരിക്കുന്ന അതിൻ്റെ പോയിൻ്റ് അടിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ND വാൾ മിക്സറാണ് വെക്കേണ്ടത്. അതിൽ ഇത് കാണില്ല, ഈ രണ്ട് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും സ്പ്രിൻറ്റിൽ ഹാൻഡിൽ മാത്രമേ കാണുകയുള്ളൂ, സെൻറ്റർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലുള്ള കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് വഴി ഷവറും ഉപയോഗിക്കാം. ചൂടുവെള്ളവും പച്ചവെള്ളവും നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുകയും ചെയ്യും. വാൾ മിക്സറിൻ്റെ ഒരു ഭംഗി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും തൽക്കാലത്തേക്ക് ഗുഡ് ബൈ.